സ്റ്റുഡൻസ്, അപ്പം നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? ജനാധിപത്യം. ഹൗ മെനി മോർ ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര കാലം കൂടി ഉണ്ടാവും ജനാധിപത്യമേ, നിനക്കിനി എത്ര കാലം കൂടെ ഉണ്ട് എന്ന് ചോദിക്കുകയാണ്. അത് തന്നെയാണ് ആ പോയത്തിൻ്റെ ടൈറ്റിൽ വരുന്നത്. ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി, ജനാധിപത്യമേ എത്ര കാലം കൂടി നീ ഇനി ഉണ്ടാവും. അത് സമീറ്റ് ആൻറ്റി എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു പോവാണ്. 20 ലൈൻസ്, 20 വരികൾ മാത്രമേ അതിലുള്ളൂ. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്കാം. സമീറ്റ് ആൻറ്റി ഈസ് എ റിനൗഡ് ആസാമീസ് പോയറ്റ്. പേര് കേട്ട ഒരു ആസാമീസ് പോയറ്റാണ് സമീറ്റ് ആൻറ്റി. ഹി വാസ് ബോൺ ഇൻ 1955 ആസ് ദ സൺ ഓഫ് ടീ ഗാർഡൻ ലാബറേഴ്സ്. നമുക്കറിയാം, ആസാമിലൊക്കെ ഒരുപാട് തേയിലത്തോട്ടമുണ്ട്. അവിടെ പാവപ്പെട്ട ഒരുപാട് ജോലിക്കാരുണ്ട്. അങ്ങനെ ഒരാളുടെ മകനായിട്ട് 1955 ജനനം. ദർ ഹാസ് ബീൻ നോ പീസ് ഇൻ ആസാം ഫോർ മോർ ദാൻ ഹാഫ് എ സെഞ്ചുറി. ഒരു സെഞ്ചുറിയായിട്ട് ആസാമിൽ സമാധാനം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല. ഒരുപാട് വിപ്ലവങ്ങൾ, കലാപങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, മരണം, ഇതൊക്കെയാണ് ആസാമിൽ കാണാൻ പറ്റുക. സമീറ്റ് ആൻറ്റി വാസ് ബോൺ ആൻഡ് ലിവ്ഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദീസ് ട്രബിൾസ്. ഈ പ്രശ്നങ്ങളുടെ ഇടയിലാണ് സമീറ്റ് ആൻറ്റി ജനിച്ചതും വളർന്നതും. വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അക്രമം, ബ്ലഡ് ഷെഡ്, രക്തച്ചൊരിച്ചിലുകൾ, ഗൊറില്ല അറ്റാക്സ്, ലോസ് ഓഫ് ലാൻഡ്, ഭൂമി നഷ്ടപ്പെടുന്നത്, ആൻഡ് ലൈവ്ലിഹുഡ്, ജീവിതമാർഗം, ജോലി നഷ്ടപ്പെടുന്നത്, ഇതൊക്കെയായിരുന്നു അവിടെ എപ്പോഴും കാണാൻ പറ്റുക. ഇൻ ഷോർട്ട്, ദർ ഇസ് നോ പീസ് ഇൻ ആസാം. ആസാമിൽ ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. നെക്സ്റ്റ് നോക്കാം. ഇറ്റ് ഈസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ദ പോം ഈസ് ടു ബി റീഡ്. അപ്പോൾ ഈ ആസാമിൻ്റെ ഒരു അവസ്ഥ, ആസാം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ, ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ, ആ ഒരു ഇത് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു പോം വായിക്കാൻ. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ നോക്കാം. ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി. നമ്മൾ പഠിക്കാൻ പോകുന്ന പോയത്തിൻ്റെ പേര് എത്ര കാലം കൂടിയുണ്ട് ജനാധിപത്യമേ എന്ന പോവാണ്. ഈസ് റിട്ടൺ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ്, ഏത് സന്ദർഭത്തിലാണ് കവി ഒരു കവിത എഴുതുന്നത്? ദ പ്രൊലോങ്ഡ് ട്രബിൾ ടേൺ ഹിസ്റ്ററി, ഒരുപാട് കാലം നിലനിന്നിട്ടുള്ള പ്രശ്നം മാത്രമുള്ള ചരിത്രം. ആൻഡ് കൾച്ചറൽ ലെഗസി ഓഫ് ആസാം, ആസാമിൻ്റെ സാംസ്കാരിക പാരമ്പര്യം. പിന്നെ എന്തൊക്കെയാണ്? കമ്മ്യൂണൽ ടെൻഷൻ, കമ്മ്യൂണലായിട്ടുള്ള എന്താ പറയുക, വർഗപരമായിട്ടുള്ള ടെൻഷനുകൾ. സെപ്പറേറ്റിസ്റ്റ് എജിറ്റേഷൻസ്, വിഘടനവാദികൾ, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഹാവ് പ്ലേഗ്ഡ് ആസാം ഫോർ സെവറൽ ഡീക്കേഡ്സ്, ഒരുപാട് ഡീക്കേഡുകളായിട്ട് ആസാമിൽ ഇത് തന്നെയായിരുന്നു പ്രശ്നം. എന്താ പോം? ഈ ഒരു കവിതയിൽ ദർ ഈസ് ലാമെൻറ്റേഷൻ ഫോർ ബ്ലഡ് സ്പ്ലിറ്റ്, അവിടെ നടന്ന രക്തപ്പൊരിച്ചിലുകൾക്ക്, മരണങ്ങൾക്കൊക്കെ ലാമെൻറ്റേഷനാണ്. ലാമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിലാപം, വിഷമമാണ്. ദ മാസ് ഡിപ്പോർട്ടേഷൻസ്, മാസ് ഡിപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് പേരെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. ആൻഡ് ദ ഒപ്രഷൻ ഓഫ് മൈനോറിറ്റീസ്, മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നോക്കവർഗം, അവരെ അടിച്ചമർത്തൽ. ദ എക്സ്പെക്റ്റേഷൻസ് റേസ്ഡ് ബൈ ദ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, നമുക്ക് ആരും നമ്മളെ പിന്നൊന്നും ചെയ്യില്ല, സുഖമായി ജീവിക്കാം എന്നുള്ള നമ്മുടെ പ്രതീക്ഷ, സ്വാതന്ത്ര്യം കൊണ്ടുവന്ന പ്രതീക്ഷ. അതുപോലെ ഡെമോക്രസി, നമ്മുടെ ജനാധിപത്യം കൊണ്ടുവന്ന പ്രതീക്ഷ റിമെയിൻഡ് ഫുൾഫിൽഡ്, അതൊന്നും തന്നെ ഫുൾഫിൽ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ സാക്ഷാത്കരിച്ചില്ല. സോ ദ പോയറ്റ് ആസ്ക്, അതുകൊണ്ട് തന്നെ കവി ചോദിക്കുകയാണ്, ഈസ് ഇന്ത്യ റിയലി ഫ്രീ? ഇന്ത്യ യഥാർത്ഥത്തിൽ സ്വതന്ത്രമായോ? വാട്ട് ഹാസ് ഹാപ്പൻ ടു അവർ ഡെമോക്രസി? എന്താണ് നമ്മുടെ ജനാധിപത്യത്തിന് സംഭവിച്ചത്? ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കവിതയിലേക്ക് കിടക്കാൻ. ഞാൻ പറഞ്ഞൊരു ചെറിയ പോവാണ്, 20 ലൈൻസ് മാത്രമാണ് അതിലുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ നിന്നാണ് പോയം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പോയത്തിൻ്റെ ഹെഡിങ് ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി. അത് തന്നെയാണ് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ലൈനിൽ വരുന്നത്. ആൻഡ് ഹൗ മെനി മോർ ഡേയ്സ് ദിസ് വേ ഡെമോക്രസി. ഈ രീതിയിൽ പോകുകയാണെങ്കിൽ, ഈ രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ മോശമായ രീതിയിലാണ് ജനാധിപത്യം ഉള്ളത്. ആർക്കും ഒരു തുല്യമായിട്ടുള്ള അവകാശങ്ങളോ കാര്യങ്ങളോ ഇല്ല. എങ്ങ് നോക്കിയാലും വയലൻസ്, അക്രമം, മരണം, കൊലപാതകം ഒക്കെയാണ്.
അങ്ങനെ ആ ഒരു രീതിയിൽ എത്ര കാലം കൂടി നീ പോകും ജനാധിപത്യമേ എന്ന് ചോദിക്കുകയാണ്. ഹെഡ് ഡൗൺ, തല കുനിച്ചുകൊണ്ട്. ഓൺ ബെൻഡഡ് നീസ്, വളഞ്ഞ കാൽമുട്ടുകൾ. വിത്ത് ഐസ് ക്ലോസ്, നാണക്കേട് കൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടോ കണ്ണടച്ചിട്ടുള്ള അവസ്ഥയാണ് ജനാധിപത്യത്തിന്. ഇങ്ങനെയുള്ള ജനാധിപത്യം ഇനി എത്ര കാലം കൂടെ മുന്നോട്ട് പോകും. നോ എൻഡ് ടു യുവർ മ്യൂട്ടിലേഷൻ, നിൻ്റെ ഒരു നാശത്തിന് ഒരു അവസാനം വന്നിട്ടില്ല. നോ എൻഡ് ടു യുവർ ഹ്യൂമിലിയേഷൻ, നീ ഇപ്പം നാണം കെട്ടിരിക്കുകയാണ്. നിൻ്റെ നാണം കെടുത്തുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു അവസാനവും വന്നിട്ടില്ല. ഐ ഹിയർ യുവർ ബെഡ് ലാം എന്ന് പറഞ്ഞാൽ എന്താ, നിൻ്റെ ബെഡ് ലാം എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നിൻ്റെ ഒരു എന്താ പറയുക, അകലെ എവിടെയോ നിൻ്റെ ഒരു മുഴങ്ങിയ ശബ്ദം അല്ലെങ്കിൽ ഒരു ബെഡ് ലാം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഡെമോക്രസി, എനിക്കത് കേൾക്കാനാവുന്നുണ്ട്. ഹൗ ഐ ലവ് യു വിത്ത് മൈ ലൈഫ്, നിനക്കറിയോ ജനാധിപത്യമേ, നിന്നെ ഞാൻ എന്തോരം സ്നേഹിച്ചിരുന്നു. എൻ്റെ ജീവിതം പോലെ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. ജീവിതം മുഴുവൻ ഞാൻ സ്നേഹിച്ചിരുന്നു. ഐ സീ യുവർ ലിപ്സ് സ്യൂഡ് ടുഗദർ, പക്ഷെ ഇപ്പം ഞാൻ കാണുമ്പോൾ നിൻ്റെ അവസ്ഥ എന്താ, ജനാധിപത്യത്തിൻ്റെ ചുണ്ടുകൾ തുന്നിക്കെട്ടിയ അവസ്ഥയാണ്. സ്യൂഡ് ടുഗദർ എന്ന് പറഞ്ഞാൽ തുന്നിക്കെട്ടിയ അവസ്ഥ. യുവർ ഐസ് കവേർഡ് വിത്ത് ബ്ലൈൻഡ് ഫോൾഡ്, അപ്പോൾ നിനക്ക് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. നിൻ്റെ കണ്ണുകൾ കവർ ചെയ്തിരിക്കുകയാണ്, നിനക്ക് കണ്ണ് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഐ വിഷ് ടു സ്പീക്ക് ഔട്ട്, എനിക്ക് ഇതിനെക്കുറിച്ച് തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട്. യെറ്റ് ഐ കനോട്ട്, പക്ഷെ എന്തോ എനിക്ക് നിന്നെ കുറ്റപ്പെടുത്താനോ അങ്ങനെ പറയാനോ സാധിക്കുന്നില്ല. പെർഹാപ്സ് ഹാംസ് ബിഫെയിൽസ് യു, ഒരു പക്ഷേ നിനക്കത് ദോഷമായി വരുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഞാനൊന്നും തുറന്നു പറയാത്തത്. ഐ ഡിസയർ, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ടു ആസ്ക്, ചോദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. യെറ്റ് ഐ കനോട്ട്, അതും എനിക്ക് സാധിക്കുന്നില്ല. ഫോർ ഫിയർ ഇറ്റ് വിൽ ഒഫൻഡ്, അത് നിനക്കൊരു കുറ്റമായി മാറുമോ എന്ന് ഭയന്നിട്ടാവാം എനിക്കത് ചോദിക്കാനായിട്ട് സാധിക്കുന്നില്ല. നെക്സ്റ്റ് ലൈൻസിലേക്ക് കടക്കാം. ഡെമോക്രസി സോ മച്ച് ഡാർക്ക്നെസ് ഇൻസൈഡ് യുവർ ഹോം, നിന്നോടൊരു കാര്യം പറയട്ടെ, നിൻ്റെ വീട്ടിൽ ഒരുപാട് ഇരുട്ടാണുള്ളത്. യെറ്റ് ഔട്ട്സൈഡ്, പക്ഷെ പുറത്ത് ഐ സീ എ റൈറ്റ് ഓഫ് ലൈറ്റ്, കലാപത്തിൻ്റെ RIOT എന്ന് പറഞ്ഞാൽ എന്താ, റൈറ്റ് കലാപമാണ്. കലാപത്തിൻ്റെ ഒരു വെളിച്ചം പുറത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഡെമോക്രസി നിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുട്ട്, ഡാർക്ക്നെസ് മാത്രമാണ്. ഡെമോക്രസി പറയാണ്, ഐ വിഷ് യു എ ലോങ് ലൈഫ്, നീ ഒരുപാട് കാലം ദീർഘായുസ്സോടുകൂടി ജീവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. വൺ ഡേ ബിഫോർ യു ബിക്കം ബാരൻ, പക്ഷേ നീ ഒരു ദിവസമെങ്കിലും മുൻപ്, നീ ബാരൻ ആവുന്നതിനേക്കാളും ഒരു ദിവസം മുൻപ്. ബാരൻ ആവാന്ന് പറഞ്ഞാൽ എന്താ, അൺപ്രൊഡക്റ്റീവ് ആവുക, ഉൽപ്പാദനശേഷി നഷ്ടപ്പെട്ട അവസ്ഥ, വന്ധ്യത കൈവരിക്കുക. അങ്ങനെ നീ ആവുന്നതിനേക്കാളും ഒരു ദിവസം മുൻപ്. വൺ ഡേ ബിഫോർ യു ടേൺ ബ്ലഡി, നീ രക്തമായിട്ട് ചിന്നിച്ചിതറുന്നതിന് ഒരു ദിവസം മുൻപ്. ലെറ്റ് മീ സ്പീക്ക് ഔട്ട് ഫോർ യു, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഡെമോക്രസി ബിഫോർ യു വീപ്പ്, നിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട് നിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. മേ ഐ ഇറേസ് മൈ സെൽഫ് ഫ്രം യുവർ ഹാർട്ട്, ഞാൻ എന്നെ തന്നെ നിൻ്റെ മനസ്സിൽ നിന്ന് മാച്ചു കളഞ്ഞോളാം. മേ ഐ ഇറേസ്, ഞാൻ മാച്ചു കളഞ്ഞോട്ടെ. മൈ സെൽഫ്, എന്നെ. ഫ്രം യുവർ ഹാർട്ട്, നിൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ എന്നെ തന്നെ മാച്ചു കളഞ്ഞോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡെമോക്രസിയിൽ ഒരു വളരെ മോശമായിട്ടുള്ളൊരവസ്ഥ, ഡെമോക്രസി എന്താ, എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശം കിട്ടണം, എല്ലാവരും ഒരുപോലെ കാണണം. പക്ഷെ അതാണോ ആസാമിൽ നടക്കുന്നത്? അല്ല. ഒരുപാട് പേര് മരിക്കുന്നു, ഒരുപാട് പേരെ കൊല്ലുന്നു, രക്തച്ചൊരിച്ചിൽ മാത്രം, ദാരിദ്ര്യം, പട്ടിണി. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മൊത്തമായിട്ട് നമ്മുടെ ഡെമോക്രസി മരിച്ചു പോകുന്നൊരവസ്ഥയിൽ ആണ് ഈ ഒരു പോയിറ്റ് എഴുതിയിട്ടുള്ളത്, സമീറ്റ ആൻറ്റി എഴുതിയിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളും മീനിങ് ഫുള്ളായിട്ടുള്ളൊരു പോവാണ്. അപ്പോൾ ഇത് വായിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നോട്ട്സൊക്കെ ഇട്ട് തരും. ഓക്കെ, താങ്ക് യു.